കോഴിക്കോട് നിയാസ് പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതിന്റെ വിശദാംശങ്ങൾ എന്തായാലും നമുക്ക് അല്പസമയത്തിന് തന്നെ ലഭ്യമാകും. അപ്രതീക്ഷിതമായ പരാജയങ്ങൾ, വളരെ ശക്തമായ വിജയങ്ങൾ. അങ്ങനെ പ്രധാനപ്പെട്ട കാര്യം ശ്രീലേഖ തിരുവനന്തപുരം ശാസ്തമംഗലം വാർഡിൽ NDA സ്ഥാനാർത്ഥി, നേരത്തെ മുന്നിട്ട് നിന്ന സ്ഥാനാർത്ഥി ഇപ്പോൾ പിന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അതേസമയം നേമത്ത് MR ഗോപൻ വിജയിച്ചിരിക്കുന്നു. അദ്ദേഹം ആദ്യം പിന്നിട്ട് നിന്നു, പക്ഷേ പിന്നീട് അദ്ദേഹം ആ ലീഡ് തിരിച്ചു പിടിച്ചു. അദ്ദേഹം വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് നിന്ന് ലഭിക്കുന്ന വിവരം. SP ദീപക് പേട്ട വാർഡിൽ അദ്ദേഹം വിജയിച്ചിരിക്കുന്നു. 1809 വോട്ടുകൾക്കാണ് SP ദീപക് അവിടെ പേട്ട വാർഡിൽ വിജയിച്ചത്. CPMന്റെ ഒരു പ്രധാനപ്പെട്ട, ഒരുപക്ഷെ മേയർ സ്ഥാനത്തേക്ക് പോലും പരിഗണിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് SP ദീപക്. അങ്ങനെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് നോക്കാം ജില്ലാ പഞ്ചായത്തുകളുടെ വിവരങ്ങൾ. കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ LDF 9, UDF 9 എന്നിങ്ങനെ ഇഞ്ചോടിഞ്ച് മത്സരം കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ നടക്കുന്നു. പാലക്കാട് LDF 13, UDF 13 ഇങ്ങനെ അവിടെയും ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്നു. UDF കഴിഞ്ഞ തവണത്തിൽ നിന്ന് വ്യത്യസ്തമായി കോർപ്പറേഷനിലും അതുപോലെ ജില്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ശക്തമായ മത്സരം നടത്തുന്നു എന്നുള്ളതിന്റെ കൃത്യമായ ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അന്തിമ ഫലം ഏത് രീതിയിലും മാറിമറിയാം. പക്ഷേ ഇപ്പോൾ UDFന് ആശ്വസിക്കാവുന്ന ഒട്ടേറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അതേസമയം BJPക്ക് പാലക്കാട് കൃത്യമായ മുന്നേറ്റമുണ്ട്. നഗരസഭയിൽ BJP മുന്നേറുകയാണ്. വോട്ടെണ്ണലിന്റെ ഒരു 2-ാം മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ ഒരു ട്രെൻഡ് വന്നു തുടങ്ങിയെന്ന് തന്നെ പറയാൻ സാധിക്കും. കോർപ്പറേഷനുകളിൽ LDFും UDFും ഒപ്പത്തിനൊപ്പമാണ്. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പുകളേക്കാൾ കൂടുതൽ UDFന് ഒരു മേൽക്കൈ ഉണ്ട് എന്നുള്ളതാണ് ഈ വോട്ടെണ്ണലിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോഴിക്കോട്ടേക്ക് വരികയാണെങ്കിൽ അവിടെ UDFന്റെ മേയർ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടിരിക്കുന്നു. MM രാഗേഷ് ഉണ്ട്. രാഗേഷ്, കോഴിക്കോട് LDF വ്യക്തമായ മേൽക്കൈയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ UDFന്റെ മേയർ സ്ഥാനാർത്ഥി തോറ്റ വിവരമാണ് പുറത്തു വരുന്നത്.